പ്രിയമുള്ളവരെ വരൂ, നമുക്ക് കുറച്ച് സമയത്തേക്ക് വീണ്ടും പരദൂഷണ കമ്മിറ്റി ആവാം. അതിന് നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ഒരു കേരളത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള പരദൂഷണ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടേതാണല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് പ്രവീൺ പ്രണവ് തന്നെയാണ്. ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവർ ഈ ഒരു വീഡിയോക്കകത്ത് ഫാലിമി ബ്ലോഗേഴ്സ് ആയിട്ടുള്ള ഇവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ, അതായത് അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ആ ഒരു സഹോദരൻ, ഇവരൊക്കെ ആയിട്ട് പിന്നീട് വീഡിയോസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കമന്റ് ബോക്സിൽ നിരന്തരം ആളുകൾ ചോദ്യം ചോദിച്ചു തുടങ്ങി. പിന്നീട് അവരൊരു മറുപടി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. എടി, യൂട്യൂബ് എന്ന് പറഞ്ഞാണ്ടല്ലോ, നേരത്തെയൊക്കെ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പം അത് നേരെ മാറി. ഇപ്പൊ സത്യം പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു പ്രസവവാടായിട്ട് മാറിയിരിക്കുകയാണ്. കുറെ ആൾക്കാർക്ക് റീച്ച് ഇല്ലാതെ നിൽക്കുന്ന കുറെ ഫാമിലി വ്ളോഗേഴ്സ് എപ്പോൾ പെറുന്നോ അപ്പം റീച്ചാ. കാര്യം ഒരു പെറില് പെറ്റി കഴിയുമ്പോഴത്തേക്കിന് എന്റെ പൊന്നിടാവേ അതുവരെ ഇല്ലാത്ത റീച്ച് എന്ന് വെച്ചാൽ ഒടുക്കത്തെ കയറ്റമാണ്. ഇപ്പൊ പല ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഡെലിവറി ടൈം എന്ന് പറഞ്ഞാൽ 10 മാസമാണ്. ഇതിപ്പോ 6 മാസം ആകുമ്പോഴേ പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ 6 മാസവും 10 ദിവസം കഴിഞ്ഞിട്ട് അപ്പം പെറും. പെറലോട് പെറലാണ്, ഒടുക്കത്തെ പെറലാണ്. ഈ പേറ്റ് നോവെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഒരു പേറ്റ് റീച്ച് നമ്മളിപ്പോൾ ഈ അടുത്തായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പേറ്റ് റീച്ചിന്റെ വേദന അനുഭവിച്ചിരിക്കുന്ന ഈ ഒരു ലേഡി വന്നിട്ടേക്കുന്ന ഒരു കമന്റ് വായിക്കാവേ. പുല്ല്, വെറുതെ 3 പെറ്റ് 10 പൈസ കിട്ടിയില്ല, ഇനിയിപ്പോൾ പിടിച്ച് യൂട്യൂബിൽ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം നിർത്തിയും പോയി. ഇത് തന്നെയാണ് കുറെ ആൾക്കാരുടെ അവസ്ഥ. ഓൾറെഡി പെറ്റ് പോയി, പ്രസവമൊക്കെ നിർത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഇനി റീച്ച് ഇല്ല. ഇനിയും പറയാൻ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ കൃത്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ എടുത്തതിന് ശേഷം മാത്രം പറയാൻ നിൽക്കുക. എന്നാൽ മാത്രമേ ഇറക്കിയതിൻ്റെ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ 4-5 ഇരട്ടി പൈസ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പം ലാസ്റ്റ് ഒരു ഈ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടി ഫാമിലിയുടെ ആയിരുന്നു. ഷെമീസ് പ്രഗ്നന്റ് എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഒരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ ഇവർക്ക് അധികം റീച്ച് കാര്യങ്ങളൊന്നും അധികം മുകളിലോട്ട് വരാതിരുന്ന ഒരു സിറ്റുവേഷനിൽ അവരുടെ ആണെങ്കിൽ വീഡിയോ കുറച്ച് ആ ഒരു ചാനൽ ഇച്ചിരി കൂടെ കുറച്ച് അപ്പായി 1 മില്യൺ പ്ലസ് വ്യൂവർഷിപ്പ് കിട്ടിയത് ആ ഒരു പ്രഗ്നൻസിയുടെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പം മർസീന നഡീർ എന്ന് പറയുന്ന ഒരു വ്ളോഗറിന്റെ ആണ്. അപ്പം അതിനകത്ത് ഹൃദയ ഡെലിവറി റൂമിലേക്ക് കയറ്റി എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നീട് ലാസ്റ്റ് കിടക്കുന്ന മാളവിക കൃഷ്ണദാസ് എന്ന് പറയുന്ന ചേച്ചിയുടെ ആ ഒരു ഇതാണ് പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എടേ പണ്ടൊക്കെ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എന്താണ് പറയുന്നത്, നമ്മൾ കുറച്ച് വീഡിയോസ് എന്റർടൈൻമെന്റ് അത് ഇത് മാകാതേങ്ങ ചക്കതൊക്കെ പറഞ്ഞ് കണ്ടുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പം ഒരു ഡെലിവറി വാർഡ് പോലെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോ ചാനൽ എടുത്ത് നോക്കിയാലും അവിടുത്തെ പ്രസവം ഇവിടുത്തെ പ്രസവം, ഒരു പ്രസവം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരിക്കും, മറ്റേ പ്രസവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും. അങ്ങനെ പെറലോട് പെറലാണ്. ഓക്കെ, ഇത് കാണാനെ കൊണ്ട് കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. അത് അതിനെക്കാട്ടി വലിയ കുറെ ഫുഡ് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ മാളവിക കൃഷ്ണദാസ് എന്ന് പറയുന്ന ആ ചേച്ചിയുടെ ആണെങ്കിൽ ആ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു വ്ളോഗ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്രവീൺ പ്രണവിന്റെ ആ ഒരു കാര്യത്തിലോട്ട് വരാവേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻഡ്യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഫസ്റ്റ് എക്സാമിൻ ചെയ്തിട്ട് ഫേവറബിൾ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻഡക്ഷൻ ചെയ്യും. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു പ്ലാനേ ഇല്ലായിരുന്നു. പിന്നെ വിചാരിച്ചു ഇതൊരു മെമ്മറി അല്ലേ, അപ്പം അതിനെ എന്താ പറയുക ഫയൽ ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ എന്തൊക്കെ ഞാൻ എടുക്കുന്നൊന്നും എനിക്കറിയില്ല. തേസാറ്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ തേസാറ്റിന് എന്തൊക്കെ പകർത്തുന്നോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞങ്ങള് ഇറങ്ങാണ്. ബാക്കി വഴി കാണിക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങോട്ട് വെച്ചേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പം ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ മെയിൻ സംഭവമാണ് ഈ പറഞ്ഞ ഡെലിവറി വ്ളോഗ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ ചേച്ചി പറയുന്നൊരു സാധനമുണ്ട്. ഇവരുടെ ഈ ഒരു പ്രഗ്നൻസിയുടെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മെമ്മറിയാണ്, അതൊന്ന് ഫയൽ ചെയ്ത് വെക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു സാധനമാണ്. കാരണം ലൈഫിൽ ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത അല്ലെങ്കിൽ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് മൂമെന്റ്സ് ഒക്കെ അന്നത്തെ വിഷ്വൽസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇതുപോലെ കുറേ വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാറുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്. റീച്ച് ഒന്നും ഇല്ലെങ്കിൽ കൂടി ആ സാധനങ്ങൾ ഇടുന്നത് മെമ്മറി എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പം ഇതിനകത്തുള്ള 2-3 കമൻറ്റ്സ് ഞാൻ വായിക്കാവേ. ഗുഡ് വീഡിയോ, നോ എക്സ്ട്രാ ബ്ലാ ബ്ലാ ഡയലോഗ്, എൻ്റെയും സെയിം ആയിരുന്നു, 24 hour പെയിൻ സച്ച്, പിന്നെ എമർജൻസി അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പം നോ ബ്ലാ ബ്ലാ ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഗുഡ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നൊരു കമൻ്റ് ആയിരുന്നു.
ചില ഫാമിലി വ്ലോഗേഴ്സ് ഇന്ന് കുഞ്ഞ് ജനിക്കുന്നതിനെ തുടർന്നിട്ട് ഞങ്ങൾക്ക് അതായി ഇത് സംഭവിച്ചു, പിന്നെ ഫുഡ് കഴിച്ചപ്പോഴാണെങ്കിൽ ഒരു അരിമണി വെളിയിൽ ചാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വേറെ കമൻറ്റ് വന്നിരിക്കുന്നത്, എല്ലാവരും ഇതുപോലെയാണോ ആ ഹോസ്പിറ്റലിൽ ഡെലിവറി ടൈമിൽ ട്രീറ്റ് ചെയ്യുന്നത്, മീൻസ് സെലിബ്രിറ്റീസ് അല്ലാത്തവരെ അറിയില്ല അതുകൊണ്ടാണ് ചോദിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഇട്ടിരിക്കുന്നൊരു കമൻറ്റാണ്. ഈ കമൻറ്റ് എന്തിനാണ് ഇപ്പം ഞാൻ ഇവിടെ ഈ ഇട്ടേക്കുന്ന വീഡിയോയുടെ കമൻറ്റ് ഇവിടെ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രവീൺ പ്രണവിൻ്റെ ചാനലിനകത്ത് വന്നിട്ട് അവർ ഈ എന്താ പറയുക ഗവൺമെൻറ് ഹോസ്പിറ്റലിനൊക്കെ ആണെങ്കിൽ ഭയങ്കര പൊക്കി അടിച്ച് അത് ഇതൊക്കെ ആയിട്ട് സംസാരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെലിബ്രിറ്റീസ് ആണെങ്കിൽ മാത്രം അവരുടെ കിഡ്നിയും കരളും ഒക്കെ അവിടെ അതുപോലെ കാണുള്ളൂ, സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും അറിയത്തില്ല. ഇപ്പം മീൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ആണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് അപ്പം പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും നല്ല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അഥവാ മോശം ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിശ്വപാടേ ചിലപ്പം. പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഈ മെഡിക്കൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന നഴ്സുമാർ ഇവരൊക്കെ ഒരിക്കലും ഇൻറ്റൻഷനലി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കത്തില്ല. അവരുടെ വർക്ക് പ്രഷർ കൊണ്ടോ അല്ലെങ്കിൽ സാലറി ഇല്ലാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടോ ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ട്രീറ്റ്മെൻറ്റ് കുറേ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ പാഷാണത്തിൽ കൃമി എന്ന് പറയുന്ന പോലത്തെ കുറേ കീടാണുക്കൾ ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിലും ഉണ്ട്. അങ്ങനെ കുറേ രോഗികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അകറ്റി നിർത്താനാണ് ഇവരെയൊക്കെ കണ്ടെത്തിയിട്ട് ഈ പറയുന്ന ഫീൽഡിൽ നിന്നൊക്കെ മാറ്റി നിർത്തണം. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരാൾക്കൊരു സർജറി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടി വന്നപ്പോൾ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല. പിന്നീട് DMOനെ കൊണ്ടിട്ട് നമ്മൾ വിളിപ്പിക്കുക, അങ്ങനെ ഒരു ഹോൾഡ് ത്രൂ വിളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, അതേപോലെയാണ് ഈ സെലിബ്രിറ്റീസിൻ്റെ കാര്യം വരുന്നത്. അവർക്ക് അങ്ങനെ മോശം ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മുടെ പ്രവീൺ പ്രണവ് കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് നമ്മുടെ സ്റ്റാഫ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന് നഴ്സുമാർക്ക് എല്ലാവർക്കും മൃദുലയുടെ ലുക്കേ മാറി ഗൈസ്, മുഖമൊക്കെ ഒട്ടി. എന്തോ എഴുതുന്നേ? താങ്ക് യു എന്ന് പറഞ്ഞാൽ എഴുതാം. അവരെല്ലാരും നമ്മളെ നല്ല കാര്യത്തോടെ, ഞാൻ എന്ത് ഡൗട്ട് ചോദിച്ചാലും പൊട്ടത്തരം ചോദിച്ചാലും സ്നേഹത്തോടെ തിരിച്ച് കാര്യമായിട്ടുള്ള മറുപടികളൊക്കെ എനിക്ക് പറഞ്ഞു തരും. അതുപോലെ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും റിസൾട്ട് കിട്ടുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഇതിന് കുഴപ്പമുണ്ടോ. അതല്ല, നമ്മളെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എന്തോ വേറെന്തോ സംഭവമാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കൂടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കൂടെ. അത് ഇവിടെ വരാത്തവരായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. ഇവിടെ എല്ലാ സ്റ്റാഫുമാരായിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഭയങ്കര ട്രീറ്റ് മീൻസ് ആ ഒരു തിരക്കുണ്ടല്ലോ, ആ തിരക്ക് നമ്മൾ അതേ ഉള്ളൂ. അത് പിന്നെ എല്ലാവരും നല്ല ട്രീറ്റ്മെന്റ് എവിടെയാണോ അവിടെ തിരക്കുണ്ടാവും. അപ്പൊ നമ്മള് പ്രൈവറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് നോർമലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ SIT ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവര് ഇവിടെ വെയിറ്റ് ചെയ്ത പോലെ വേറെ ഒരു ഹോസ്പിറ്റലിലും വെയിറ്റ് ചെയ്യത്തില്ല നോർമലിന് വേണ്ടി. ഓക്കെ, ഇവർക്ക് അപ്പൊ കിട്ടിയത് നല്ല ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്നിട്ടാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഇവർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരോട് പ്രേക്ഷകരെല്ലാം ചോദിക്കുന്ന ചോദ്യം വേറെ എന്നാണ്, നമുക്ക് അതിലോട്ട് വരാം. അതിന് മുന്നേ ഈ ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വ്ളോഗേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പബ്ലിക് ഫിഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതുവരെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുമ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെ കിട്ടും. അഥവാ കിട്ടിയില്ലാതെ വന്നിട്ട് ഇവർ പിന്നീട് ഹലോ ഗൈസ് നമുക്ക് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പണിയാടേ, സീരിയസ്ലി. ഓക്കെ, അതുകൊണ്ട് സാധാരണക്കാർക്ക് ഇതേപോലെ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും ഒരേപോലെ കിട്ടും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷേ നല്ലവരായിട്ടുള്ള എല്ലാ മെഡിക്കൽ ഓഫീസേഴ്സ്, ഈ നഴ്സുമാർ അല്ലെങ്കിൽ അറ്റൻഡർമാർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഒരു രോഗി വരുമ്പോഴത്തേക്കും അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടണം എന്ന് തന്നെയായിരിക്കും അവർ ആഗ്രഹിക്കുക. പക്ഷേ പലപ്പോഴും അവർക്ക് അങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയാതെ പോകുന്ന അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് ഒരു കമന്റ് കാര്യങ്ങൾ ഇട്ടപ്പോഴാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. കാര്യം അവരുടെ സൈഡ് നമ്മൾ സംസാരിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആരും അവരുടെ സൈഡ് സംസാരിക്കുന്നില്ല. അപ്പോൾ അവരുടെ സൈഡ് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ, ആരും പറയാത്തത് കൊണ്ട്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ഈ പാഷാണത്തിൽ കൃമി എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അതേ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അതേ കെയർ ട്രീറ്റ്മെന്റ് അതേപോലെ നമുക്ക് കിട്ടിയെന്ന് വരാം. പക്ഷേ കെയർ അതേപോലെ തന്നെ സാധാരണക്കാരന് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇനി നമുക്ക് പരദൂഷണ മൂഡ് ഓൺ ദ ഫ്ലോർ ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലാസ്റ്റ് വീഡിയോക്കകത്തും അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇവരുടെ ഈ ഫാമിലി വ്ലോഗിൽ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇന്നിപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ വലിയൊരു കാര്യമാണ്, എവിടെ കൊച്ചു, എവിടെ അച്ഛൻ ആൻഡ് അമ്മ, ഇവരുമായിട്ട് തല്ലി പിരിഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു മറുപടി പറയൂ, മറുപടി പറയാതെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൊടുത്തത് എന്നൊക്കെയുള്ളതാണ് പ്രേക്ഷകരുടെ ചോദ്യം. ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി നിങ്ങളുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. ഓക്കെ,
അപ്പം ഇതിനകത്ത് കുറേ ആൾക്കാരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങോട്ട് വെക്കും. അതിന് മുന്നേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനേക്കാൾ കൂടുതൽ ശുഷ്കാന്തി ഇവർക്ക് ഈ പറയുന്ന പോലെ ഈ ഹോസ്പിറ്റലിന് പ്രൊമോഷൻ കൊടുക്കാനാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു വീട്ടുകാരുമായിട്ട് തല്ലിപ്പിരിഞ്ഞിട്ട് ഇവരെല്ലാം പറയുന്ന പോലെ തല്ലിപ്പിരിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല കെയർ കിട്ടി, അല്ലെങ്കിൽ ഇവരാണെങ്കിൽ വീട്ടിൽ നിന്ന് നല്ല കെയർ കിട്ടില്ല പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല കെയർ കിട്ടി എന്നുള്ളതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അവരെ കുത്തി പറയുന്നതാണോ ഇത്, അതൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്ത് ഇതുപോലെ ഒരു കമൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെ യൂട്യൂബിൻ്റെ റവന്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനെ കൊണ്ട് പ്രവീണും കൊച്ചും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ഒരു കമൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. വീണ്ടും ലാസ്റ്റ് ഇട്ട വീഡിയോക്കകത്ത് ഇവരുടെ ഈ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിന് പ്രൊമോഷൻ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോക്കകത്ത് അടുത്തൊരു വേറൊരു കമൻറ്റ് ഉണ്ട്, അതുകൂടെ ഞാൻ വയ്ക്കാം. ചാനലിനെ ചൊല്ലിയുള്ള വഴക്കാണ്. ക്യാഷിന്റെ കാര്യത്തിൽ രണ്ടാളും സംസാരമായി. അമ്മ ഇടപെട്ടു, കൊച്ചുവിന് സൈഡിൽ നിന്ന് സംസാരിച്ചു. പ്രവീൺ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അത്രയേ ഉള്ളൂ. അത് അവർ ഉടനെ സംസാരിച്ച് തീർക്കും, ഉടൻ എല്ലാവരും ഒന്നിക്കും എന്നുള്ളതായിരുന്നു ഒരു കമന്റ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് സത്യാവസ്ഥ അറിയത്തില്ല. ഇവരൊക്കെ അടുത്തറിയുന്ന ആൾക്കാരൊക്കെ അറിയാം ഇതുപോലെയൊക്കെ ഇടുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഇവർ ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ റവന്യൂ എങ്ങനെയാണ് വീതിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പം മേ ബി അങ്ങനത്തെ ഒരു കാര്യമായിരിക്കാം, അല്ലാത്തതായിരിക്കാം, എന്തുമായിക്കോട്ടെ. പിന്നുള്ളൊരു കമൻറ്റ്, അമ്മയും അച്ഛനും ഡിസ്ചാർജ് ഡേ വരാത്തത് ഭയങ്കര മോശമായി പോയി, അൺസബ്സ്ക്രൈബ്ഡ്. നിങ്ങളൊന്നും പറയൂ, കൊച്ചു അച്ഛനമ്മ അവരുടെ കാര്യം ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, അതാണ് പ്ലീസ് പ്രവീൺ മുദ്ര അതിൻ്റെ വീഡിയോ ചെയ്യും, മോസ്റ്റ് റിക്വസ്റ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇട്ടേക്കുന്നതാണ്. ഇതിന് ഒരു മറുപടിയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു കമന്റിലൂടെ കാര്യങ്ങളൊന്നും ഇവർ സംസാരിക്കുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇതുവരെ ഈ പറയുന്ന ബാക്കിയുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും അധികം വരാതെ 1% 2% വല്ല എപ്പോഴേലും വന്നാലായി എന്നുള്ള രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ചാനലായിരുന്നു. ഈ ഒരു ഒറ്റ ഇൻസിഡന്റോടുകൂടി ഇത് നേരെ ഉൾട്ടടിച്ച് തിരിഞ്ഞിരിക്കുകയാണ്. ഇവരെ ഇഷ്ടപ്പെട്ട ആളുകൾ നേരെ തിരിഞ്ഞു തുടങ്ങി. കാര്യം ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. കാര്യം നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കിങ് ആണ്. അവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഓരോ ക്രിയേറ്ററും ഉള്ളൂ. അത് മനസ്സിലാക്കാതെ പോകുന്ന ചില സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഫെയിം, ഓവർ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്കിന് ഈ പറയുന്ന പോലെ വ്യൂവേഴ്സിനെ നമ്മൾ മാനിക്കാനുള്ളൊരു കാര്യം നമ്മൾ വിട്ടുപോകും. ഓക്കെ, അപ്പം അതിലോട്ട് വരുമ്പോൾ ബാക്കിയുള്ള കമൻറ്റ് വായിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ യാതൊരു കാരണവശാലും സപ്പോർട്ട് അർഹിക്കുന്നില്ല. ബിക്കോസ് ഡെയിലി തുമ്മുന്നത് പോലും വീഡിയോ ആയിട്ടോണ്ടിരുന്ന 5 പേരിൽ ഇപ്പോൾ ഈ ആകെ 2 പേരേ ഉള്ളൂ. അത്രയും സപ്പോർട്ട് തന്നെ എങ്ങനെ മില്യൺ അടുപ്പിക്കുന്നത് ഇത് കാണുന്ന വ്യൂവേഴ്സ് ആണ്. സ്റ്റിൽ ഫാമിലി പ്രോബ്ലംസ് ആണെങ്കിൽ റിവീൽ ചെയ്യേണ്ട, ബട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മിനിമം ഇനി മുതൽ നിങ്ങളാണ് വീഡിയോ ചെയ്യുന്നത്, സോ പേഴ്സണൽ ലൈഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് എന്ന് പറയാമായിരുന്നു. ഓർ ഒരു 3 or 4 വീഡിയോ കഴിഞ്ഞ് അവർ വരുമെന്ന് പറയാമായിരുന്നു. ഓർ എന്തെങ്കിലും ഒരു റീസൺ പറയാമായിരുന്നു. റിയൽ ഫാമിലി പ്രോബ്ലം ഒന്നും റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫിറ്റ് ഈസ് ദെയർ, ബട്ട് നിങ്ങൾ വ്യൂവേഴ്സിനെ പുല്ല് വിലയാണ് തരുന്നത്, സോ മച്ച് പത്തറ്റിക്. ഇവരെയാണ് എൻ്റെ പോയിന്റ് പറയാനുള്ളത്. നമ്മൾ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലെ കിങ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണെങ്കിൽ, ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നിലെ കിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വ്യൂവേഴ്സ് തന്നെയാണ്. അവരെ മാനിക്കാതെ ഒരു വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യൂവേഴ്സ് സ്വാഭാവികമായിട്ട് ഇതുപോലെ ചോദിക്കും. എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്യണം. ക്യാഷ് കിട്ടുമ്പോൾ സ്വയം മറക്കും. അതുവരെ കൂടെ നിന്ന ഫാമിലിയെ വേണ്ടതായിരിക്കും. നമ്മൾ എന്തിനാണ് ഇവരുടെ വീഡിയോസ് കണ്ട് ടൈം കളയുന്നത്? വ്യൂസ് കുറയുമ്പോൾ ഈ ജാടയൊക്കെ തന്നെ നിർത്തിക്കോളും. ഇപ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ സ്വയം മറക്കും, ഫാമിലിയെ മറക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ വ്യൂവേഴ്സിനെ മറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ചോദ്യം നിങ്ങളുടെ ഈ ഒരു കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ കണ്ടിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കും. അവർ ചോദ്യങ്ങൾ ചോദിക്കും. ഇതൊരു ഉത്തരവും പറയാതെ എന്താ പറയുക, മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി നിങ്ങൾ കാണിച്ച് നിൽക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പൊളിയോടെയും നല്ല രീതിയിൽ പൊളിയും സീരിയസ്ലി. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു കമന്റിലൂടെ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, ഇത്ര ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, പുറത്ത് പറയാൻ താല്പര്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. പിന്നെ ഇവരുടെ വീഡിയോ കാണാൻ തോന്നുന്നില്ല. അച്ഛനും അമ്മയും കൊച്ചും ഇല്ലാത്ത വീഡിയോ എത്രയൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് നിങ്ങളൊരു മറുപടി പോലും പറഞ്ഞില്ല. നിങ്ങൾ ഞങ്ങളെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല അല്ലേ? നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് പോലും മിസ്സാക്കാണ്ട് കണ്ടതാണ് ഞാൻ, ഇനി കാണില്ല. അൺസബ്സ്ക്രൈബ്ഡ്. ഇതിപ്പോൾ പ്രവീൺ പ്രണവ് ചാനൽ നെയിം മാറ്റി പ്രവീൺ മൃദുല എന്നാക്കൂ. ഇങ്ങനെ ഹാപ്പി വീഡിയോസ് ഇട്ട ഫാമിലി ആ മൃദുല വന്ന് കയറി എല്ലാം കുളമാക്കി ഫാമിലി നിന്ന് മാറ്റി. നിങ്ങളുടെ ഫാമിലി വീഡിയോസ് ആണ് മോസ്റ്റ് ഓഫ് ദി യൂട്യൂബേഴ്സ് ഇഷ്ടപ്പെട്ടത്, അല്ലാതെ ഈ ഊള കപ്പിൾ ഷോ ഒന്നും കാണാൻ തീരെ താല്പര്യമില്ല. മൃദുല ഒരു ഡെലിവറി കഴിഞ്ഞ പെണ്ണ്, അവളോട് അവിടെ എങ്ങാനും റെസ്റ്റ് എടുത്ത് കിടക്കാൻ പറ, ഓരോന്ന് കാണിക്കുന്ന കണ്ടാലും മതി. ഇവളൊക്കെ എന്തിനാണ് ഇപ്പോൾ വീഡിയോസ് ഇടുന്നത്? നല്ല മടുപ്പാണ് നിങ്ങളിപ്പോൾ. ഇനി ഒരിക്കലും ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യൂല. കാര്യം അമ്മാതിരി ഇത്രത്തോളം നെഗറ്റീവ് കമൻറ്റ്സ് ഇവർക്ക് വരുന്നത് നിങ്ങൾ ഈ പറയുന്ന ഒരു വ്യൂവേഴ്സിൻ്റെ അടുത്തൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ്.
ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം പ്രത്യേകിച്ച് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, എന്തെങ്കിലും അങ്ങോട്ട് മാറിയത് ഇങ്ങോട്ട് മാറിയത് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നിങ്ങളിത് പറയാതിരിക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഓഡിയൻസ് ഇരുന്ന് ഇത് ഓഡിറ്റ് ചെയ്ത് ഇതിനെ പല രീതിയിൽ കൊണ്ടെത്തിക്കും. ഇപ്പം ഞാൻ തന്നെ ഇവിടെ വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയോ ഞാനിങ്ങനെ വിളിച്ച് പറയത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് വ്യൂവേഴ്സിനെ പാലിക്കാതെ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായി ഒരു മറുപടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഇതിപ്പോൾ 1-2 ആൾക്കാരല്ലേ അതായതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു അഹംഭാവമുണ്ട്. എന്താണെന്ന് പറഞ്ഞു തരാം. കാര്യം നിങ്ങൾ എത്ര പേർക്ക് ഇത് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. കുറേ എനിക്ക് തോന്നുന്നു 3-4 മാസങ്ങൾക്ക് മുന്നേ ഒരു ഡോക്ടർ, അതായത് ചൈനയിൽ എന്തോ പഠിക്കുന്നത്, ആ ഒരു ഡോക്ടർ നമ്മുടെ മലയാളി പയ്യനാണ്. ആ ഒരു ഡോക്ടർ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഇവർ സർക്കാസ്റ്റിക് ആയിട്ടൊരു ഡോക്ടേഴ്സിനെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തു. അതായത് ഡോക്ടർ മൊത്തം ഉടായിപ്പാണ്, MBBS പോലും പാസ്സാവാത്തവരാണ് ഇതുപോലെ ആശുപത്രി വന്നിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇവർ. ആ വീഡിയോ കണ്ടിട്ട് ഡോക്ടേഴ്സിനെ ഇത്രയും മോശമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരാൾ വന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിനൊരു ഒരു മറുപടി കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിരുന്നു. കാര്യം ആ ഒരു റിയാക്ട് ചെയ്ത് ഇട്ട ഒരാളുണ്ട്, ആ ഒരു വീഡിയോ ഇട്ട പയ്യനില്ല. അതല്ലാതെ ഇവരുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും എല്ലാം കമന്റ് ബോക്സിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനൊരു മറുപടി പറയണം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അവരതിനൊന്നും മറുപടി പോലും പറയാതെ, ഒരു അക്ഷരം പോലും മിണ്ടാതെ ഇവർക്കെതിരെ റിയാക്ട് ചെയ്ത് പല ആൾക്കാരും വീഡിയോസ് തന്നെ ചെയ്ത് വന്നിട്ടും ഒരാൾക്കും ഒരു അക്ഷരവും ഒരു മറുപടിയും പറയാതെ അങ്ങനെ അങ്ങ് പോയി, മിണ്ടാണ്ട് പോയി. ഇപ്പം ഇന്നും അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അന്ന് അതിന് മറുപടി പറയാതെ പോയ ആൾക്കാർ ഇന്ന് ഇതിന് പറയാൻ തോന്നുന്നുണ്ട്. അന്ന് ഇത്രയും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നു. ഇന്നിപ്പം രണ്ടുപേരും തല്ലി പിരിഞ്ഞ് ഇങ്ങനെ മാറിയ പോലെയൊക്കെ തന്നെയാണ് കാണുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ കൊച്ചൂരാണെങ്കിൽ സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങി കൊച്ചൂരിനകത്ത് കുറേ ഷോർട്സും വീഡിയോസും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കൊച്ചൂൻ്റെ കമൻറ്റ് ബോക്സിലും വന്നിട്ട് ഈ സെയിം കമൻസും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. വ്യൂവേഴ്സാണ് എപ്പോഴും നമ്മുടെ കിങ് എന്ന് പറയുന്നത്. അവരെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പോസിറ്റീവ് കമൻറ്റ്സ് വരുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, നെഗറ്റീവ് കമൻറ്റ് വരുന്നത് അക്സെപ്റ്റ് ചെയ്യാം. ഈ വൾഗറായിട്ട് വരുന്ന നമ്മൾ ഈ തോന്നിയാസൊക്കെ വിളിച്ച് വരുന്നവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവരെ നൈസായിട്ട് ആ വഴിയൊക്കെ വിട്ടേക്കുക. ഇപ്പം ഞാൻ തന്നെ എത്രയോ എൻ്റെ വ്യൂവേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാനുണ്ട്. ലാസ്റ്റ് ഞാനിട്ടൊരു വീഡിയോയ്ക്കാണെങ്കിൽ ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായിട്ട് ഞാൻ പറ്റുവാണെങ്കിൽ അത് ഇവിടോട്ട് വെക്കുക, ഡോണ്ട് യു ഹാവ് എനി വർക്ക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് ഐ ആം ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറഞ്ഞു. അതുപോലെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം. ഓക്കെ, എങ്ങനെ മറുപടി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ വിഷയത്തോട് വിഷയമാണ്.